കൂട്ടുകാരെ, ഇത് തടിയനാണെന്നറിയാമല്ലോ അല്ലേ? ഈ തടിയനും വൻപയറും കൂടെ നമുക്ക് നല്ലൊരു എരിശ്ശേരി വെച്ചാൽ ഒഴിച്ചെറി പോലെ നമുക്ക് വെടിയിലേക്ക് പോകാം. ഞാൻ തടിയന് ഇങ്ങനെ പീസാക്കി കുക്കറിലോട്ട് ഇടുവാണ്. അതുപോലെ തന്നെ ഒന്നിച്ചങ്ങിടുക, കാരണം കലങ്ങി കിട്ടണമല്ലോ. അപ്പോൾ വൻപയറും കൂടെ കിട്ടുവാണ്. 2 പച്ചമുളകുണ്ട്, 2 കറിവേപ്പിലയുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്. നമുക്ക് എരിശ്ശേരിക്ക് അരയ്ക്കണമല്ലോ. തേങ്ങ, ഇത് ചുമന്നുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഞാനിവിടെ എരിശ്ശേരിക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കും. ചുമന്നുള്ളി തന്നെ അല്ല, വെളുത്തുള്ളി തന്നെ അല്ല, രണ്ടും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലേശം ജീരകപ്പൊടി. ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇച്ചിരി. ഇത് വെണ്ണയിട്ട് നമുക്ക് അരയ്ക്കാം. നമ്മുടെ തടിയനും വൻപയറും എല്ലാം വെന്തിട്ടുണ്ട്. ഞാനിത് അരപ്പാണ് കൊണ്ടൊഴിക്കുകയാണ്. നമ്മൾ ഓമയ്ക്ക എരിശ്ശേരി, ഏത്തക്ക എരിശ്ശേരി, അങ്ങനെ ഒത്തിരി ഐറ്റം എടുക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ചോറിനകത്തൊഴിച്ച് കൂട്ടാൻ നല്ലൊരു കറിയാണത്. തടിയങ്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം, ഞങ്ങളിവിടെ തടിയനെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിനി കടുക് വറുക്കാം. തവ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇടുവാണ്. അതുപോലെ തന്നെ എണ്ണയോടൊപ്പം തന്നെ കടുകിനോടൊപ്പം തന്നെ ശകലം അരിയൂടെ, ഏതരിയായാലും മതി കേട്ടോ. പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഒരു പിടി തേങ്ങയും കൂടെ ഇടാം. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, ശകലം മതി, ഒത്തിരി വേണം. സ്റ്റൗ ഓഫ് ആക്കുവാണേ. നമ്മുടെ തടിയൻ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം നമ്മൾ പരിപ്പിനും എരിശ്ശേരിക്കും നെയ്യ് ഒഴിക്കൽ ഒരു ശകലം മതി, ഇച്ചിരി. നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചിലർ നല്ല കുഴച്ചെടുക്കും, പക്ഷേ ഇച്ചിരി ലൂസായിട്ട് എരിശ്ശേരി നമുക്ക് ലൂസായിട്ട് വേണ്ടേ. ചോറിനൊരു ഒഴിച്ചുകറിയെന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് കറി ഇഷ്ടപ്പെട്ട് കാണുമല്ലോ.